അതിൻ്റെ നമ്മളെ ഗെയിമിലോട്ട് എലിഫൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലഗിങ്ങിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു എലിഫൻറ്റുകളൊക്കെ എടുക്കാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മളെ പ്ലഗിങ്ങിൻ്റെ ആപ്പുകളൊക്കെ നമ്മൾ ഇന്ന് തന്നെ ലോഞ്ചങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലഗിങ്ങിൻ്റെ ആപ്പുകളൊക്കെ ഇപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ കേസൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് പുതിയൊരു അപ്ഡേറ്റ് ഫസ്റ്റ് ചീറ്റ് കോഡ് വന്നിട്ട് 5599 നമ്മൾ ബസ്സിൻ്റെ ചീറ്റ് കോഡാണ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ചീറ്റ് നമ്മൾ കോഡ് അടിച്ചിട്ട് നമുക്ക് കളറുകളൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാനുകളൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിൽ നിങ്ങളൊക്കെ പ്ലഗിങ് എന്ന ഓപ്ഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആവുമെന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടത്തില്ല. ഇത് ഞാൻ ഡയറക്റ്റ് നമ്മളെ പ്ലേ സ്റ്റോറിൽ നിങ്ങളൊക്കെ പോയാൽ ഈ ഒരു ആപ്ലിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറാം. പ്ലേ സ്റ്റോറിൽ നിങ്ങളെ കയറിയിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ അടിക്കുമ്പോൾ നിങ്ങൾ അടിച്ചു കൊടുക്കാം. നമ്മളിത് ഇവിടെ IBD3D എന്ന് നിങ്ങളൊക്കെ അയച്ചു കൊടുത്ത് പ്ലഗിങ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നതിന് ശേഷം ഞാൻ ഇവിടെ നെറ്റ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ അടിച്ചു കൊടുത്ത പോലെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് പറഞ്ഞാൽ നമ്മളെ ഈ ആപ്പ്. അപ്പോൾ ഞാൻ ആപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്കൊരു പ്ലേയിങ് കാലൊക്കെ കാണിക്കണം. അപ്പോൾ നിങ്ങൾ നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് നിങ്ങൾ ഇൻസ്റ്റാളുകളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റാളുകളൊക്കെ ഇത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു 8 MB അടുത്ത് 8.4 MB അടുത്ത് സൈസേ കാണത്തുള്ളൂ കേസാക്കും. എന്നിട്ട് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മൾ ആ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മളെ ഈ പ്ലഗിങ്ങിൻ്റെ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറേ ചീറ്റ് കോഡ്സ് നമ്മളെ ഇന്ത്യ ബൈക്കിലുള്ള ചീറ്റ് കോഡ്സ്, പിന്നെ വെഹിക്കിൾസ് എടുത്ത് നമ്മളെ KGF ബൈക്കും ലംബോർഗിനി ടാർസോയും പിന്നെ അനിമൽസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു സ്നേക്ക് മോൺസ്റ്റർ എലിഫൻറ്റ് നമുക്കിവിടെ കിട്ടും കേസൊക്കെ. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷേ നമ്മുടെ ഗെയിമിലെ എല്ലാ ചീറ്റ് കോഡ്സും നമുക്ക് ഈ ഒരു പ്ലഗിങ്ങിൻ്റെ ഓപ്ഷനിൽ തന്നെ കേസ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ചീറ്റ് കോഡ്സും കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എലിഫൻറ്റ് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അവിടെ സെലക്ട് അവിടെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ കോപ്പി ചെയ്തിട്ട് ഫയൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗെയിമിൽ വന്നിട്ട് ഇവിടെ പ്ലഗിങ്ങിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഗൈസ്, അപ്പോൾ ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ പ്ലീസ് വെയിറ്റിംഗ് എന്ന് നിങ്ങളൊക്കെ ഇവിടെ എഴുതി കാണിക്കുക. അപ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് നിങ്ങളൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് എന്ന് നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങൾ നെറ്റ് കാണാൻ ഓഫ് ചെയ്യുക. നെറ്റ് ഓഫ് ചെയ്തിട്ട് പ്ലേ കൊടുക്കുക. ഗൈസ്, അപ്പോൾ പ്ലേങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഗെയിമിലങ്ങളൊക്കെ എൻ്റർ ആവുമല്ലോ. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഗെയിമിലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റർ ആകുമ്പോൾ തന്നെ ജസ്റ്റ് നിങ്ങൾ ഗെയിമിലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എൻ്റർ ആവാം. അപ്പോൾ ഞാൻ ഇവിടെ ഗെയിമിലങ്ങളൊക്കെ എൻ്റർ ആയതിനു ശേഷം നിങ്ങൾ നേരെ ഫോൺ ഓപ്പൺ ചെയ്യുക. ഗൈസ്, അപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത് നേരെ നിങ്ങൾ 6 ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എലിഫൻറ്റുകളൊക്കെ നമ്മുടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ചീറ്റ് കോഡ് എല്ലാം കൂടെ പോയി ആ പ്ലഗിങ്ങിൻ്റെ ആപ്പ് പെട്ടെന്ന് തന്നെ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു എലിഫൻറ്റ് വെച്ച് കളിക്കുക. അടിപൊളിയാണ്. എലിഫൻറ്റ് പുറത്തൊന്നും കയറാൻ പറ്റൂലെങ്കിൽ നമുക്ക് എലിഫൻറ്റുകളൊക്കെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനും പിന്നെ എലിഫൻറ്റ് ഇങ്ങനെ പറഞ്ഞു വിടാനുകളൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു KGF ബൈക്കും ലംബോർഗിനി ടാർസോ എങ്ങനെയാണ് എടുക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. കാരണം ഞാൻ നേരെ പ്ലഗിങ്ങിൻ്റെ ആപ്പിലിങ്ങളെ കയറിയിട്ട് ഇവിടെ വെഹിക്കിൾസിൽ പോവാം. കഴിച്ചപ്പോൾ ഞാൻ ഇവിടെ വെഹിക്കിൾസ് വന്നിട്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യണം. നമ്മൾ ഈ ഒരു KGF ബൈക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, KGF ബൈക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ഗെയിമിൽ വരാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഗെയിമിൽ വരാം. ഗെയിമിൽ വന്നിട്ട് നേരെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യാം. മസ്റ്റായിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിരിക്കണം. എന്നിട്ട് നേരെ പ്ലഗിങ്ങിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ എന്നാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കാം. അപ്പോൾ ഇതിലൊരു പ്ലീസ് വെയിറ്റിംഗ് നിങ്ങളൊക്കെ എഴുതി കാണിക്കുക. എന്നിട്ട് ഇവിടെ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളൊക്കെ ജസ്റ്റ് എഴുതിയിരിക്കുക. അതാ ഇവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്യുക. എന്നിട്ട് നേരെ ഗെയിം പ്ലേ കൊടുക്കാം. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം. അതേസമയം നിങ്ങൾ പ്ലേ കൊടുത്തിട്ട് നേരെ ഈ വീട്ടിൻ്റെ വെളിയിൽ നിങ്ങളൊക്കെ ഇറങ്ങാം. അപ്പോൾ ഈ ഒരു വീട്ടിൻ്റെ വെളിയിൽ നിങ്ങളൊക്കെ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരെ ഒന്നൊന്ന് ഡയൽ ചെയ്യാം. ഗൈസ്, അപ്പോൾ നിങ്ങളൊക്കെ ഡയൽ ചെയ്ത് ഇവിടെ നമുക്ക് ഈ ഒരു KGF ബൈക്ക് നിങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ ഇപ്പം തന്നെ പോയിട്ട് ആ ഒരു നമ്മളെ ഈ ഒരു പ്ലഗിങ്ങിൻ്റെ ആപ്പ് പെട്ടെന്ന് തന്നെ പോയി ഡൗൺലോഡ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് വെഹിക്കിൾസുകളൊക്കെ വിളിക്കുന്ന അടിപൊളി ഒരു ഫീച്ചർ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നു. ഇനി 25ഓളം കാർസ് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലഗിങ്ങിൻ്റെ ആപ്പിലായിരിക്കും 25ഓളം കാർസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് എല്ലാ വെഹിക്കിൾസും എല്ലാ കാർസ് എല്ലാം വിളിക്കാൻ പറ്റുന്നതിനൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ലംബോർഗിനി ടാർസോ കാലൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടെ ടാർസ സെലക്ട് ചെയ്തിട്ട് നേരെ ഗെയിമിൽ വന്നിട്ട് ഇവിടെ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഗെയിമിലങ്ങളൊക്കെ വന്ന് നമ്മൾ ഇൻ്റർനെറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ നമ്മളെ പ്ലഗിങ്ങിൻ്റെ ഓപ്ഷനെ പറ്റി ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ പ്ലീസ് വെയിറ്റിംഗ് നിങ്ങളൊക്കെ എഴുതി കാണിക്കുക. എന്നിട്ട് നേരെ ഫയൽ ലോഡിങ് നിങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ എഴുതി കാണിക്കുക. അപ്പോൾ ഇവിടെ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ച് നിങ്ങൾ ഈ ഒരു ആപ്പിൻ്റെ ബാക്ക് വരെ നമ്മൾ എന്നിട്ട് നേരെ പ്ലേ ക്ലിക്ക് ചെയ്യുക. അത് ആ പ്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ഗെയിമിനകത്തൊക്കെ എൻ്ററിങ്ങളൊക്കെ ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് നിങ്ങൾ പ്ലേയിങ് കാളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടാം.
അപ്പോൾ ഗൈസ് ഇവിടെ ഞാൻ പ്ലേയിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് വീട്ടിൻ്റെ വെളിയിലങ്ങളൊക്കെ ഇറങ്ങുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൻ്റെ വെളിയിലങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ഫോൺ ഓപ്പൺ ചെയ്യുക. ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നേരെ നമ്മൾ രണ്ടൊന്ന് ഡയലിങ്ങളൊക്കെ ചെയ്ത് കോൾ ചെയ്യുക. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലംബോർഗിനി ടാർസ് നമുക്കിവിടെ കിട്ടുന്നതിനും അപ്പോൾ രണ്ടൊന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യാം. അപ്പോൾ ലംബോർഗിനി ടാർസ് നമുക്ക് കിട്ടും. ലംബോർഗിനി ടാർസ് ഒരു കളറിന് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടിപൊളി ഒരു വെഹിക്കിൾ തന്നെയാണെങ്കിൽ നമ്മൾ ലംബോർഗിനി ടാർസും കളയാം. അപ്പോൾ എനിക്കിവിടെ ലംബോർഗിനി ടാർസ്, പിന്നെ ഇവിടെ സ്നേക്ക് മോൺസ്റ്റർ കയർക്ക്, അതേപോലെ തന്നെ നമ്മൾ സ്നേക്ക് മോൺസ്റ്ററിനെ കളൊക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ സ്നേക്ക് മോൺസ്റ്ററിനെ എല്ലാ മോൺസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരില്ല, ഇതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സ്നേക്ക് മോൺസ്റ്ററിനെ കളൊക്കെ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 1 തൊട്ട് 6 വരെയുള്ള കോഴ്സ് ഇപ്പോൾ നമ്മൾ അനിമൽസും വെഹിക്കിൾസും ആയിട്ട് വന്നിട്ടുള്ളൂ. 1 തൊട്ട് 6 വരെ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഒന്നാമത്തെ ചീറ്റ് കോഡ് വന്നിട്ട് നമ്മളെ KGF ബൈക്കിൻ്റെ ചീറ്റ് കോഡ്, രണ്ടെന്ന് പറഞ്ഞാൽ ചീറ്റ് കോഡ് നമ്മളെ ലംബോർഗിനി ടാർസ് വരെ, പിന്നെ 3 എന്ന് പറയുന്ന ചീറ്റ് കോഡ് നമ്മളെ മോൺസ്റ്റർ മാൻ്റെ, 4 എന്ന് പറയുന്ന ചീറ്റ് കോഡ് നമ്മളെ ഒരു സ്നേക്ക് മോൺസ്റ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. സ്നേക്ക് മോൺസ്റ്ററിൻ്റെ ഓക്കെ. അപ്പോൾ സ്നേക്ക് മോൺസ്റ്ററിൻ്റെ പിന്നെ 5ാമത്തെ ചീറ്റ് കോഡ് വന്നിട്ട് നമ്മളെ ഈഗിൾ മോൺസ്റ്ററിൻ്റെ. പിന്നെ ഒരു മോൺസ്റ്റർ കൂടെ ഉണ്ടല്ലോ, ഈഗിൾ മോൺസ്റ്റർ, സ്നേക്ക് മോൺസ്റ്റർ, പിന്നെ നമ്മളാ മോൺസ്റ്റർ മാൻ, പിന്നെ ഡ്രാഗൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ എറർ എന്തോ വന്നെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞ. ഡ്രാഗൻ്റെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിൽ ആ ഒരു ആപ്പിൻ്റെ അപ്ഡേറ്റിൽ നമ്മൾ ഡ്രാഗനും കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ ഈഗിൾ മോൺസ്റ്ററും കളൊക്കെ ഞാൻ ഒരു കൂടെ നോക്കട്ടെ. ഇപ്പോഴത്തെ നമ്മൾ 3 മോൺസ്റ്റേഴ്സ് ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ, പിന്നെ ഒരു എലിഫൻറ്റും. അപ്പോൾ ഇതാണ് ഗൈസ് ഈ ഒരു ഗെയിമിലോട്ട് വന്ന അപ്ഡേറ്റ്. എന്തായാലും വേറെ കിണ്ണം കാച്ചി അപ്ഡേറ്റ് തന്നെയാണ്. നമുക്ക് അപ്പോൾ അടിപൊളി ഒരു അപ്ഡേറ്റുകളൊക്കെ തന്നെയാണ് ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സുകളൊക്കെ കൊണ്ടുവന്നതൊക്കെ. അപ്പോൾ അടിപൊളി. എന്തായാലും എത്ര കൂട്ടുകാർക്ക് ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ ഇഷ്ടപ്പെട്ടു, നമ്മളെ പ്ലഗിങ് എന്ന് പറഞ്ഞ ആപ്പ് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഓക്കെ, അപ്പോൾ അടിപൊളിയാണ് ഗൈസ് ഈ ഒരു. അപ്പോൾ ജസ്റ്റ് ഒരു ആഡ് വന്ന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് നിങ്ങളെ കാണിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഫയൽ ഓടിക്കുന്ന നിങ്ങളെ കാണിക്കും. ഇപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിനും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനുകളൊക്കെ അനിബിളായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് ഇത് എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണാൻ എല്ലാവരും മാക്സിമം എല്ലാ കൂടെ ട്രൈ ചെയ്തൊക്കെ അടിപൊളിയായി ഇന്ത്യ ബൈക്ക് 3D ഇങ്ങനെ എടുക്കാം. ഒരു എററും നിങ്ങൾക്ക് വരത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ സീറ്റ് കോഡ്സ് എടുക്കാൻ പറ്റും, ഒരു എററും വരത്തില്ല. ഓക്കെ, അപ്പോൾ ചെന്നത് ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.